നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു തലശ്ശേരി സ്പെഷ്യൽ മീൻ ചോറുണ്ടാക്കിയാലോ. അതിനായി നമുക്ക് ആദ്യം തന്നെ ഫിഷ് ഒന്ന് മാഗ്നേറ്റ് ചെയ്യാം. അതിനായി ഞാനൊരു 1/4 കിലോ ഫിഷ് ഇവിടെ എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മീനിലേക്ക് നമുക്ക് നല്ലോണം മാഗ്നേറ്റ് ചെയ്ത് അവിടെ വെക്കാം. അതിനുശേഷം 4 ഉള്ളി ഞാനിവിടെ എടുക്കുന്നുണ്ട്, അതൊന്ന് അരിഞ്ഞെടുക്കാം. 2 തക്കാളി, അതും ഒന്ന് അരിഞ്ഞെടുക്കാം. കുറച്ച് പച്ചമുളകും 2 ഇഞ്ചിയും 1 കൂടി വെളുത്തുള്ളി നമുക്കൊന്ന് ചതുക്കിയെടുത്ത് മാറ്റി വെക്കാം. 2 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതൊന്ന് കഴുകി അരിപ്പയിലിട്ട് വെക്കാം. ഇനി ഒരു ചെമ്പ് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിലും 2 ടീസ്പൂൺ ഗീയും കൂടി ചേർത്ത് ഓയിൽ ചൂടാകുമ്പം നമുക്ക് ഉള്ളി വന്നിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് മിക്സ് ചെയ്ത് മൂടി വെക്കാം. അതേസമയം ഞാൻ ഇപ്പുറം ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി. അതിലേക്ക് ഓയിൽ ഒഴിച്ച് മീനൊന്ന് നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് വെക്കാം. ഫിഷും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിനേക്കുള്ള വെള്ളമാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്. ഇനി തക്കാളി വാടി വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതിട്ട് കൊടുക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്ത ഒരു ഫിഷ് എടുത്തിട്ട് ഞാൻ നന്നായി അത് മിക്സ് ചെയ്യുന്നുണ്ട്, നല്ല ഫ്ലേവർ വരാനാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പുമാണ് ചേർക്കേണ്ടത്. കറിവേപ്പില ചേർത്ത് ഇനി മല്ലിച്ചപ്പും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കായ്, ഗ്രാമ്പു, പട്ട എന്നിവ ഞാൻ ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. അരിയും ഇട്ട് ഇനി നമുക്ക് നന്നായി വറുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങളിപ്പോൾ ചേർക്കണം ഈ ഒരു സമയത്ത്. ഇനി തിളച്ച വെള്ളം നമ്മൾ അരി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു ചെറുനാരങ്ങയും പിഴിഞ്ഞ് കൊടുക്കാം. ചോറ് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഒന്ന് അടിയുന്നേ നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാൻ. ഇനി കുറച്ച് നല്ലോണം ഗീ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കണം. ഇനി ഫ്രൈ ചെയ്ത 2 ഫിഷും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം അവിടെ മാറ്റി വെക്കുന്നുണ്ട്. നമ്മുടെ അടിപൊളിയായ തലശ്ശേരി സ്റ്റൈൽ മീൻ ചോറ് ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.